إن الحمد لله نحمده ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഇബാദല്ലാഹ്, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമുക്ക് പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും, ചില സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വാണിങ്ങുകളും അവന്റെ അടിമകൾക്ക് പരിശുദ്ധ ഖുർആനിൽ കൂടെ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ചില ഉപദേശ നിർദ്ദേശങ്ങൾ, ചില മുന്നറിയിപ്പുകൾ, അതിനെക്കുറിച്ച് പരാമർശമുള്ള 2-3 ആയത്തുകൾ, അതാണ് ഞാൻ ഈ ഖുതുബയിൽ കൂടെ നിങ്ങളെ കേൾപ്പിക്കാനും ഇവിടെ വെച്ച് പറയാനും നമ്മൾ കേൾക്കാനും ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അവന്റെ മുന്നറിയിപ്പ് ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ എന്ന് പറഞ്ഞ ഈ ആയത്ത് കൊണ്ടാണ് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് അവന്റെ അടിമകളെ. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടല്ല, മുസ്ലിമീങ്ങളെ എന്നു വിളിച്ചുകൊണ്ടുമല്ല. അള്ളാഹുവിന്റെ കൽപ്പനകളും ഉപദേശ നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളും വിളംബരങ്ങളും അത് കൃത്യമായി കേൾക്കാനും അനുസരിക്കാനും തയ്യാറായ ആളുകൾ അവന്റെ അടിമകളിൽ നിന്ന് മുഅ്മിനീങ്ങളാണ്. മുസ്ലിമീങ്ങൾ നമുക്കറിയാം ഇന്ന് ധാരാളമുണ്ട്. പേരിൽ മുസ്ലിമീങ്ങളാണെങ്കിലും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് യാതൊരു വിലയും നിലയും കൽപ്പിക്കാതെ അവർക്ക് തോന്നുന്നത് പോലെ അവരുടെ ദേഹ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമം കൊണ്ട് മാത്രം മുസ്ലിമായ ആളുകളെയല്ല, യഥാർത്ഥ വിശ്വാസികളായ അള്ളാഹുവിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ശരിക്ക് അറിഞ്ഞ് മനസ്സിലാക്കി അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വിശ്വാസമുണ്ടാവുക. നാം കൃത്യമായി അറിയുന്ന കാര്യങ്ങളാണ് നമുക്ക് വിശ്വാസമായി വരിക. ആ ആദർശം ശരിക്ക് അത് സ്വീകരിച്ച അടിമകളെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് തഖ്വ എന്ന് പറയുന്നത്. പലരും അവരെക്കുറിച്ച് അവകാശപ്പെടുന്നതാണ് മുത്തഖിയാണ് എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥ തഖ്വ? എങ്ങനെയാണ് ഒരാൾക്ക് മുത്തഖിയാവാൻ കഴിയൽ? അള്ളാഹുവിന്റെ ഈ കൽപ്പന എങ്ങനെയാണ് നിർവഹിച്ച ഒരു അടിമയാകൽ? തഖ്വ എന്ന് പറയുന്നത് പണ്ഡിതന്മാര് നമുക്ക് പല രൂപങ്ങളിൽ കൂടെ വിശദീകരിച്ചു തരുന്നത്. അമലുൻ ബിത്വാഅത്തില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അവന്റെ പ്രവാചകനിൽ കൂടെ വന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അതനുസരിച്ച് ജീവിക്കുക, അത് ഒരാൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും നല്ലതാണ് എന്ന് പറയുന്നതോ എവനെങ്കിലും നല്ലതാണ് എന്ന് തോന്നുന്നതോ അതല്ല തഖ്വ, അതല്ല ത്വാഅത്ത്, അതല്ല സൽക്കർമ്മം. ഖുർആനിൽ കൂടെയോ സുന്നത്തിൽ കൂടെയോ വ്യക്തമായ തെളിവോടുകൂടെ വന്ന കാര്യങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞ് അധ്യാപനങ്ങൾ വന്ന അതാണ് അല്ലാഹു ഒരാൾ മുത്തഖിയാവൽ. അമലും ബിത്വാഅത്തില്ലാ അലാ നൂരിൻ മിനല്ലാഹ്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ. ഖുർആനിൽ അതിന്റെ മേൽ അറിയിക്കുന്ന തെളിവ് വേണം, അതല്ലെങ്കിൽ ഹദീസിൽ അതിന്റെ മേൽ അറിയിക്കുന്ന തെളിവ് വേണം. ഞാൻ ഈ മനസ്സിലാക്കിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയെന്ന് ബോധ്യവും വേണം.
ഈ പറയുന്ന 3 ഉപാധികളോട് കൂടെ ഒരു കാര്യം ഒരാൾ മനസ്സിലാക്കി നല്ലതാണ് എന്ന് അത് ചെയ്യുന്നതാണ് തഖ്വയുടെ ഒരു ഭാഗം. അമലും ബിത്വാഅത്തില്ല അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്. അല്ലാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടായിരിക്കണം. ആരെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ എന്തെങ്കിലും ഭൗതികമായി നേടാൻ വേണ്ടിയോ ആളുകളുടെ നല്ല വാക്കും പ്രശംസയും അവൻ കരസ്ഥമാക്കാൻ വേണ്ടിയോ അവന്റെ ശരീരത്തിന്റെ ഉന്മേഷത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയോ ഭൗതികമായ ഒരു കാര്യങ്ങളും അതില് അവന്റെ ലക്ഷ്യമാവാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചു, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചു, അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായ മനസ്സോടുകൂടെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നല്ലതായ കാര്യങ്ങൾ ചെയ്യുക. അതാണ് തഖ്വയുടെ ഒരു ഭാഗം. തർജു സവാബല്ലാഹ്. അതേപോലെ തന്നെ തർക്കു മഅസിയത്തില്ല, പാപകരമായ കാര്യങ്ങൾ ഒഴിവാക്കണം. അള്ളാഹുവും അവന്റെ റസൂലും ഇന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ ഖുർആനിൽ കൂടെയോ പ്രവാചകന്റെ സുന്നത്തിൽ കൂടെയോ കൃത്യമായ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറയാണത് തെറ്റാണ്, എവനെങ്കിലും തോന്നുകയാണത് മോശമാണ്, അതല്ല തെറ്റിന്റെ നിദാനം, അതിന്റെ തെളിവും അതല്ല. അള്ളാഹുവും അവന്റെ റസൂലും ഇന്നത് തെറ്റാണ്, ഹറാമാണ്, നിഷിദ്ധമാണ്, ഒരാൾ ഒഴിവാക്കുക. തർക്കു മഅസിയത്തില്ല അലാ നൂരിൻ മിനല്ലാഹ്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ. മഖാഫത ഇഖാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട്. ആരെങ്കിലും കാണും, അത് കരുതി ഒഴിവാക്കി. ആരെങ്കിലും എന്നെ മോശക്കാരനായി ചിത്രീകരിക്കും, അതിന്റെ പേരിൽ ഒരു കാര്യം ഒഴിവാക്കി. അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും നേടാനോ എന്തെങ്കിലും മറ്റുള്ള ലക്ഷ്യങ്ങളുടെ പേരിൽ ഒരു കാര്യം ഒരാൾ ഒഴിവാക്കി. അതല്ല പാപകരമായ കാര്യങ്ങൾ ഒഴിവാക്കുമ്പോ അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ കോപത്തെ പേടിച്ചുകൊണ്ട്, അള്ളാഹു ഈ കാര്യം തെറ്റാണ് എന്ന് എന്നോട് നിർദ്ദേശിച്ചു, അവന്റെ അടിമയാണ് ഞാൻ അവൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ നിലക്ക് ഒരാൾ തെറ്റായ കാര്യം ഒഴിവാക്കുക, ഇതാണ് യഥാർത്ഥ തഖ്വ. മറ്റൊരു കാര്യത്തിൽ കൂടെ കുറച്ചുകൂടി വാക്കുകൾ ചുരുക്കിക്കൊണ്ട് ചില പണ്ഡിതന്മാർ തഖ്വ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴിയിൽ കൂടെ നഗ്നപാതനായിക്കൊണ്ട് കാലിൽ ചെരുപ്പില്ലാതെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ എത്ര ശ്രദ്ധയും സൂക്ഷ്മതയും അവനുണ്ടാകും. അവന്റെ കാലിൽ ആ കല്ലുകൾ തറക്കാതിരിക്കാൻ, അവന്റെ കാലിൽ ആ മുള്ളുകൾ പോറാതിരിക്കാൻ എത്ര സൂക്ഷ്മതയുണ്ടാകും, എത്ര കരുതലുണ്ടാകും. അങ്ങനെ ഈ ലോകത്തൊരാൾ ജീവിച്ച് മുന്നോട്ട് പോയി തീർക്കണം അവന്റെ ആയുസ്സും അവന്റെ ജീവിതവും. അവനാണ് യഥാർത്ഥ മുത്തഖി. അങ്ങനത്തെ സൂക്ഷ്മത പാലിക്കണമെന്നാണ് അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് എന്ന് പറഞ്ഞത്. ഒരാൾക്ക് തോന്നും പോലെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവന്റെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മറ്റുള്ള ആളുകൾ പോകുന്നത് പോലെ കണ്ടതുപോലെ കൂട്ടുക എന്ന് പറയുന്നതിൽ മുത്തഖിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല, അത് യഥാർത്ഥ തഖ്വയുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഖവുരയായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതിന്റെ ശേഷം പറയുന്നത് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളെ ഒരു ദിവസം വരാനിരിക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മരിച്ചു പിരിയാൻ നിൽക്കുന്നു. ആ ഭാവി ജീവിതത്തിന് വേണ്ടി എന്തൊരുക്കി വെച്ചു, എന്ത് നിങ്ങൾ ചെയ്തു വെച്ചു, എന്ത് സമ്പാദിച്ചു വെച്ചു എന്ന് ഓരോ ആളുകളും പരിശോധിച്ചു കൊള്ളണം എന്നുള്ളതാണ്. ഓരോരുത്തരും നോക്ക്, ഞാൻ ഇന്ന് നേരം പുലർന്നതിന്റെ ശേഷം, ഞാൻ ഇന്ന് ഉണർന്നതിന്റെ ശേഷം മുസ്ലിമീങ്ങൾക്ക് മഹത്തായ ഇബാദത്തിന് അല്ലാഹു ഒരാഴ്ചയിൽ ഒരുക്കി തന്ന ഈ ദിവസത്തിൽ ഈ പറയുന്ന സമയം വരെ ഞാൻ എന്തൊക്കെ ചെയ്തു, പരലോകത്ത് എനിക്ക് ഉപകാരപ്പെടുന്ന അങ്ങോട്ടുള്ളൊരു സമ്പാദ്യം എന്ന നിലക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു? തടസ്സം എന്തെങ്കിലും ഉണ്ടോ? ആരോഗ്യപരമായി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? നമുക്കുള്ള വിഭവങ്ങളും സൗകര്യങ്ങളും അല്ലാഹു കുറച്ചു വെച്ചിട്ടുണ്ടോ? നമുക്ക് മറ്റാരെയെങ്കിലും പേടിയോ ഭീഷണിയോ ഉണ്ടോ? സുരക്ഷിതരാണ് നാം, നമ്മുടെ കുടുംബവും. ആരോഗ്യമുള്ളവരാണ് നമ്മളും നമ്മുടെ കുടുംബവും. അള്ളാഹുവിന്റെ വിഭവങ്ങളും സമ്പത്തുകളും അനുഗ്രഹങ്ങളും നമുക്കില്ലേ? ഇന്ന് ഈ നേരം പുലർന്നതിന്റെ ശേഷം, ഉറക്കിൽ നിന്ന് ഉണർന്നതിന്റെ ശേഷം ഈ സമയം വരെയുള്ള നിമിഷത്തിൽ എന്തൊക്കെ ഞാൻ സമ്പാദിച്ചു വെച്ചു പരലോകത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടിയല്ല. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്തൊക്കെ ഒരുക്കി വെച്ചു, എന്തൊക്കെ സമ്പാദിച്ചു വെച്ചു, ഓരോ ആളുകളും അത് നോക്കിക്കൊള്ളട്ടെ. അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണിത്, അള്ളാഹുവിന്റെ നമുക്കുള്ള നിർദ്ദേശമാണിത്, ഉപദേശമാണിത്. നാം അപകടത്തിൽ ചാടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അവന്റെ അടിമകളോട് അവൻ നൽകുന്ന മുന്നിലുള്ള ഒരു വിവരമാണിത്. ജാഗ്രത പാലിക്കണം, ശ്രദ്ധിക്കണം. നമ്മൾ ഏത് നിമിഷവും ഈ ലോകത്തിൽ നിന്ന് പിരിയാവുന്നതേ ഉള്ളൂ മനുഷ്യർ. ഏത് നിമിഷവും, ഏതവസ്ഥയിലും ഈ ലോകത്തിൽ നിന്ന് ആളുകൾ മരിച്ചു പിരിയാവുന്നതേ ഉള്ളൂ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്,
വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ കാര്യത്തിന്റെ ഗൗരവം ഉണർത്തുന്നു. നിങ്ങൾ മുത്തഖീങ്ങളാവണം, നിങ്ങൾ തഖ്വയുള്ളവരാവണം. നാം ഓരോരുത്തരും മുഅ്മിനി എന്ന് നമ്മെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ, നാം ഓരോരുത്തരും നമ്മെ സംബന്ധിച്ച് മുത്തഖി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ സമയത്ത് നാം രോമാഞ്ചം കൊള്ളുന്നവരും അഭിമാനിക്കുന്നവരുമായിരിക്കാം. പക്ഷെ കാര്യം കൃത്യമാണ്, വ്യക്തമാണ്. അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്ന ആ രൂപത്തിൽ ഒരാൾ അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാലേ യഥാർത്ഥ മുഅ്മിൻ അവനാവാൻ സാധിക്കുകയുള്ളൂ, യഥാർത്ഥ മുത്തഖി അവൻ ആവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് യഥാർത്ഥ വ്യക്തിയാവാൻ അവൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന ആയത്ത് വിശദീകരിച്ച് ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിന് സദാസമയത്തും അതിനെ നിരീക്ഷിക്കുകയും വിചാരണ ചെയ്യുകയും വേണം. നൽകുന്നത് ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ വിചാരണ നടത്തിക്കൊള്ളണം സദാസമയവും. ഖബ്ല അൻ തുഹാസബു, ഖിയാമത്ത് നാളിൽ പരലോകത്ത് വിചാരണക്ക് അവിടെ വന്നു നിൽക്കുന്നതിന്റെ മുമ്പ്. വസിനു അമാലക്കും, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ തൂക്കി നോക്കണം ഈ ലോകത്ത് വെച്ച്. ഖബ്ല അൻ തുവാസനു ഖബ്ല അൻ തുസനു, നിങ്ങളെയും നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെയും പരലോകത്ത് അല്ലാഹു തൂക്കി നോക്കുന്നതിന്റെ മുമ്പ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തു പോയ പ്രവർത്തനങ്ങൾ നല്ലത് ഏതാണ്, ചീത്ത ഏതാണ് എന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ അടുത്ത് വീഴ്ചകളും പാപങ്ങളും തെറ്റുകളും വന്നിരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുക. ഉത്തമമായ സമയങ്ങളിലാണ് നമ്മൾ കഴിച്ചുകൂട്ടുന്നത്. ഇതിലേറെ ഉന്നതമായ ദിവസങ്ങളിലേക്കാണ് നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധമായ പവിത്രമായ റമളാനിനെ അവൻ നമുക്ക് എത്തിച്ചു തരുകയും അതിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അമീറുൽ മഹാനായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും അദ്ദേഹത്തിന്റെ ഖുത്ബയിൽ പറയുമായിരുന്നു, അമാ തഅലമൂന അന്നകും തഗ്ദൂന വതറൂഹൂന ലിഅജലിൻ മഅ. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയിലേക്കാണ്. അതിനെ മുൻകടക്കാൻ വിട്ടുകടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കൃത്യമായൊരു സമയമുണ്ട്, വ്യക്തമായ ഒരു സമയമുണ്ട്. നിങ്ങൾ രാവിലെ ഓടുന്നതും നിങ്ങൾ വൈകുന്നേരം ഓടുന്നതും ആ ഒരു അവധിയിലേക്കാണ്. ഫമൻ ഇസ്തതാഅ അൻ യഖ്ദിയൽ അജല വഹുവ ഫീ അമലില്ലാഹി അസ്സ വജൽ. അതുകൊണ്ട് ഒരാൾക്ക് അല്ലാഹുവിന്റെ ത്വാഅത്തിലും സൽക്കർമ്മത്തിലുമായി അവന്റെ ഈ ജീവിതം അവസാനിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഫൽയഫ്അൽ, അത് ചെയ്യട്ടെ. അവൻ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മത്തിലായിക്കൊണ്ട് മരിക്കാൻ ഒരാൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഫൽയഫ്അൽ, അവനത് ചെയ്യട്ടെ. വലൻ തനാലു ദാലിക ഇല്ലാ ബില്ലാഹ്, നിങ്ങൾക്കതിന് കഴിയണമെന്നുണ്ടെങ്കിൽ സദാസമയവും നിങ്ങൾ അല്ലാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് മുന്നേറണം. തോന്നുമ്പോ ചെയ്തു, അല്ലാത്ത സമയത്ത് ഇട്ടുകൊണ്ട് വീണാൽ നിങ്ങൾക്ക് മരണം വരുന്ന സമയത്ത് ഒരു പക്ഷേ സ്തുത്യർഹമല്ലാത്ത, നിങ്ങൾ തൃപ്തിപ്പെടാത്ത, നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കും മരണം നമ്മെ പിടികൂടുക. കാര്യം നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം. ഇന്ന ഖൗമൻ ജഅലു ആജാലഹും ലിഗൈരില്ലാഹ്, ചില മനുഷ്യന്മാർ ഈ ലോകത്ത് ജീവിച്ചപ്പോ അവരുടെ സമയവും അവർക്ക് നൽകിയ അവസരങ്ങളും ദുരുപയോഗം ചെയ്ത ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ അല്ലാഹുവിനെ മറന്ന് വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഒരിക്കലും നിങ്ങൾ അവരെ പോലെയാവരുതേ. വലാ തകൂനു, തുടർന്നുകൊണ്ടുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ച ചില മനുഷ്യന്മാരുണ്ട്. അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ ആളുകളുണ്ട്, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട്. ചില ആളുകളുടെ ജീവിതം കണ്ടാൽ, അവർ ഈ ലോകത്ത് കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ അവർക്കിതിനൊന്നും ഒരു വിചാരണയില്ല, അവർക്കൊരു പരലോകമില്ല, മരണത്തിന്റെ ശേഷം ഒരു ചോദ്യം ചെയ്യലുമൊന്നും അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കലൊന്നുമില്ല എന്ന് തോന്നുന്നത് പോലത്തെ വാക്കുകളും പ്രവൃത്തികളും ആഘോഷങ്ങളും ആർഭാടങ്ങളുമായി ആളുകൾ ഇവിടെ കഴിഞ്ഞു പോകുന്നു. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്ന് വിസ്മരിച്ച ആളുകളെ പോലെ ഒരിക്കലും നിങ്ങൾ ആവരുതേ. അങ്ങനെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചാൽ അതിന്റെ തിക്തഫലം ഫഅൻസാഹും അൻഫുസഹും, അവരുടെ ശരീരങ്ങൾ അള്ളാഹു അവർക്ക് മറപ്പിച്ചു കളയും. എന്താണ് നല്ലത്, ഏതാണ് എനിക്ക് വേണ്ടത്, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്ന് തിരിയാതെ
അവർ ഈ ലോകത്ത് വ്യക്തമായ ഒരു ലക്ഷ്യബോധമില്ലാതെ, കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാതെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ലക്ഷ്യബോധമില്ലാതെ സ്വന്തത്തെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ഈ ലോകത്ത് അവർ പോകും. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും അവർക്ക് പിന്നീട് നേരിടാനുള്ളത് പരാജയമാണ്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അങ്ങനെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ യഥാർത്ഥ തമ്മാടികളാണ്. അള്ളാഹുവിന്റെ ത്വഅത്തിൽ അവന്റെ പ്രവാചകനും അള്ളാഹുവിനും അനുസരിക്കാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വില കൽപ്പിക്കാത്ത ഈ ലോകത്തും പരലോകത്തും പരാജയമേറ്റുവാങ്ങിയ ആളുകളാണ്. വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കണം. തുടർന്നുകൊണ്ട് മഹാനായ ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശങ്ങൾ തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, ലാ ഖൈറ ഫീ ഖൗലിൻ ലാ യുറാദു ബിഹി വജ്ഹുല്ലാഹ്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാത്ത ഒരു സംസാരത്തിലും ഒരു നന്മയുമില്ല. പരലോകത്ത് ഈ മനുഷ്യന് ഉപകാരപ്രദമായതല്ലാത്ത ഒരു വാക്കിലും, ഒരുത്തന്റെ വാക്കിലും ഒരു നന്മയുമില്ല. എവിടെ വെച്ച് പറഞ്ഞാലും, ഉന്നതമായ സ്റ്റേജുകളിൽ അവൻ കയറി നിന്നാലും, എത്ര വലിയ ആൾക്കൂട്ടങ്ങളെ അവൻ ആവേശഭരിതരാക്കിയാലും, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാത്ത, അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരു വാക്കിലും ഒരു നന്മയുമില്ല. വലാ ഖൈറ ഫീ മാലിൻ ലാ യുൻഫഖു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കപ്പെടാത്ത സമ്പത്ത് മല പോലെ കുന്നുകൂട്ടി വച്ചാലും അതിലൊരു നന്മയുമില്ല. അവനതിന് കണക്ക് പറയേണ്ടി വരും. അള്ളാഹുവിന്റെ മുന്നിൽ അത് ബോധിപ്പിക്കേണ്ടി വരും. അവിടെ പരലോകത്ത് അവൻ കാത്തുകെട്ടി നിൽക്കേണ്ടി വരും എന്നുള്ളതല്ലാതെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മാർഗങ്ങളിൽ കൂടെ ചെലവാക്കപ്പെടാത്ത സമ്പത്ത് ഒരാൾ അവന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി ചെലവാക്കുന്നത് നല്ലതാണ്, ത്വഅത്താണ്, സൽക്കർമ്മമാണ്. ഒരാൾ അവന്റെ ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചെലവാക്കുന്നത് അത് അള്ളാഹുവിന്റെ ത്വഅത്തിലാണ്, അള്ളാഹു തൃപ്തിപ്പെട്ടതാണ്. നല്ല മാർഗങ്ങളിൽ ഏതൊക്കെ ഭാഗത്ത് ചെലവാക്കുന്നു അത് പ്രതിഫലമുള്ളതുമാണ്, അതിലൊരു നന്മയുമില്ല. വലാ ഖൈറ ഫീ മൻ യഗ്ലിബു ജഹ്ലുഹു ഹിൽമ. ഒരാൾ ധാരാളം വിഡ്ഢിത്തരമാണ് അവന്റെ അടുത്ത്, അവൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം അവന് ഫലം ചെയ്യുകയില്ല. അവൻ ഒരുപാട് കാലം ജീവിച്ചതിൽ ഒരു നന്മയുമില്ല. വലാ ഖൈറ ഫീ മൻ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. ആളുകൾ കുറ്റപ്പെടുത്തുമെന്ന് കരുതി നല്ല കാര്യങ്ങളും നല്ല വഴികളും ഒഴിവാക്കി ആളുകൾ പേടിച്ചുകൊണ്ട്, എന്താണ് മനുഷ്യർ പറയാ എന്ന് വിചാരിച്ചുകൊണ്ട്, സത്യമൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് നല്ലതാണ്, പക്ഷെ ആളുകൾ എന്ത് പറയും, മനുഷ്യന്മാർക്ക് എന്ത് തോന്നും എന്ന് കരുതി മനുഷ്യരെ പേടിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്ന മനുഷ്യനിൽ ഒരു നന്മയുമില്ല. അങ്ങനത്തെ മനുഷ്യരിൽ ഒരു നന്മയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ, അല്ലാഹു അവന്റെ അടിമകളായ നമുക്ക് മനസ്സിലാക്കി തരുന്ന, പറഞ്ഞു തരുന്ന ഈ ഉപദേശങ്ങൾ, നാം അതിന് ചെവി കൊടുക്കണം. ആ ഉപദേശങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ സദാ സമയവും ഉണ്ടാവണം. അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്, أصلح لنا يا ربنا شأننا كله ولا تكلنا إلى أنفسنا. أقول هذا القول وأستغفر الله العظيم الجليل لي ولكم ولسائر المؤمنين والمؤمنات. الحمد لله رب العالمين والصلاة والسلام وعلى آله وأصحابه أجمعين. തുടർന്നുകൊണ്ട് സൂറത്തുൽ ഹശ്റിലെ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. സ്വർഗ്ഗത്തിൽ ചെന്ന് കടക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും ഈ ലോകത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച്. നരകത്തിൽ ചെന്ന് പതിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും ഈ ലോകത്ത് അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട്. രണ്ടു കൂട്ടരും ഒരിക്കലും തുല്യമാവുകയില്ല, ഒരുപോലെ ഒരിക്കലും അവരാവുകയില്ല. അല്ലാഹു ഒരുപോലത്തെ പ്രതിഫലങ്ങൾ രണ്ടു കൂട്ടർക്കും അത് നൽകുകയുമില്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. സ്വർഗത്തിൽ ചെന്ന് കടക്കുന്ന ആളുകൾ അവർ മാത്രമേ വിജയികളാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് വെച്ച് നാം ചെയ്യുകയും നേടിയെടുക്കുകയും വേണം. അതല്ലാതെ ഈ ലോകത്ത് കണ്ടതുപോലെ ജീവിച്ച ആളുകളും അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അത് മുഖവിലക്കെടുത്ത ആളുകളും ഒരുപോലെയാവുക, എല്ലാവരെയും അള്ളാഹു ഒരു കണ്ണുകൊണ്ട് കാണുകയും ഒരേ പ്രതിഫലം എല്ലാവർക്കും നൽകുകയും ചെയ്യുക, ഒരിക്കലും അതുണ്ടാവുകയില്ല. വമാ യസ്തവിൽ അഅമാ വൽ ബസീറു വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വലൽ മുസീ. അന്ധരായിക്കൊണ്ട് ഈ ലോകത്ത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച ആളുകൾ, കാര്യം കൃത്യമായി മനസ്സിലാക്കി ബോധവാന്മാരായി അള്ളാഹുവിനെ ഓർമ്മിച്ച് ഈ ലോകത്ത് ജീവിച്ച ആളുകൾ,
സത്യവിശ്വാസികളായ ആളുകൾ, അതേപോലെ പാപം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് പരാജയം ഏറ്റുവാങ്ങിയ ആളുകൾ ഒരിക്കലും തുല്യരാവുകയില്ല. അള്ളാഹു ഈ രണ്ട് കൂട്ടരോടും ഒരുപോലത്തെ സമീപനം സമീപിക്കുകയില്ല തന്നെ. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗത്തിൽ ചെന്ന് പ്രവേശിക്കുന്ന ആളുകൾ അവർ മാത്രമായിരിക്കും വിജയികൾ. നരകത്തിൽ ചെന്ന് കടക്കുന്ന ആളുകൾ പരാജിതരായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരലോകം എന്ന് പറയുന്നതിന്റെ അവസ്ഥകൾ, അവിടെയുള്ള അനുഭവങ്ങൾ പല ആയത്തുകളിൽ കൂടെ അള്ളാഹു നമുക്ക് പല രൂപങ്ങളിൽ കൂടെ വിവരിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആനിൽ. സൂറത്തു അബസയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിലുള്ള ചില രംഗങ്ങൾ അവൻ പറയുന്നത് യൗമ യഫിറുൽ മർഉ മിൻ അഖീ, ഒരു മനുഷ്യൻ അവന്റെ സഹോദരനെ കാണുന്ന സമയത്ത് പരലോകത്ത് വെച്ച് അവനെ കണ്ടുമുട്ടാതിരിക്കാൻ എന്തെങ്കിലും അവന് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് അവന്റെ അടുത്തുനിന്ന് ഓടിപ്പോകുന്ന ദിവസമാണ് പരലോകം. ഉമ്മിഹി വ അബീ, സ്വന്തം മാതാവിനെ അവിടെ വെച്ച് കണ്ടുമുട്ടും ഓരോ മനുഷ്യരും. തന്റെ പിതാവിനെ അവിടെ വെച്ച് കണ്ടുമുട്ടും. വസാഹിബതിഹി വ ബനീ, ഈ ലോകത്ത് ജീവിക്കുന്നത് മുഴുവനും ഒരു പക്ഷേ തന്റെ ഇണക്ക് വേണ്ടിയായിരിക്കും, ഭാര്യയ്ക്ക് വേണ്ടി. ഈ ലോകത്ത് നേടുന്നത് മുഴുവനും ഒരു പക്ഷേ തന്റെ കുടുംബങ്ങൾക്കും മക്കൾക്കും വേണ്ടിയായിരിക്കും. ആ ഭാര്യയെയും മക്കളെയും പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ മനുഷ്യൻ അവരെ കാണാതിരിക്കാൻ വേണ്ടി ഓടി അകലുന്ന ദിവസം. പരലോകത്തെ കുറിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു രൂപം ഇതാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. അന്നത്തെ ദിവസത്തിൽ ഓരോരുത്തർക്ക് അവർക്ക് മതിയാകാൻ മാത്രമുള്ള തിരക്കുണ്ടാകും. ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കാനോ മക്കളെ കാര്യമൊന്ന് നോക്കാനോ വേണ്ടപ്പെട്ട മാതാവിന്റെയും പിതാവിന്റെയും സഹോദരന്റെയും കാര്യങ്ങൾ നോക്കി അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യാനോ അതിനൊന്നും കഴിയാതിരിക്കുമാർ ഒരു മനുഷ്യനെ ഉത്കണ്ഠപ്പെടുത്തുന്ന, അവനെ പേടിപ്പെടുത്തുന്ന, അവന്റെ നഫ്സിന്റെ രക്ഷക്കും സുരക്ഷയ്ക്കും വേണ്ടി നഫ്സി നഫ്സി, എന്റെ ശരീരമേ, എന്റെ അവസ്ഥയെ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ദിവസമാണ് യൗമു ഖദി എന്ന് പറയുന്നത്. ആ ദിവസത്തേക്ക് വേണ്ടി ഓരോ ആളുകളും എന്തൊരുക്കി വെച്ചു. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, അന്നത്തെ ആ ദിവസത്തിന് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്നുള്ളത് ഓരോരുത്തരും പരിശോധിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ ലാഹിഖത്തുൻ മുസ്തബിശിറ. ആ ഖിയാമത്ത് നാളിൽ, നാളത്തെ ആ ദിവസം ചില മുഖങ്ങളും അതിന്റെ ഉടമകളും കത്തിപ്രകാശിക്കുന്നവരായിരിക്കും, ചിരിക്കുന്നവരും സന്തോഷവാന്മാരുമായിരിക്കും. നേരെ മറിച്ച് ചില മുഖത്തിന്റെ ആളുകൾ ആ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞ് വിയർപ്പിൽ അവര് മുങ്ങി, പിന്നീട് പൊടിപടലങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ കറുകറുത്ത് കരിക്കട്ട പോലെയായിത്തീരും. സത്യനിഷേധികളായി അള്ളാഹുവിനെ മറന്ന് വിസ്മരിച്ചുകൊണ്ട് ഈ ലോകത്ത് സമയവും ആയുസ്സും കാലവും അവസരവും അത് നഷ്ടപ്പെടുത്തിയ ഹതഭാഗ്യരായിരിക്കും അവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് മുഖവിലക്ക് അതിന് ചെവി കൊടുത്തുകൊണ്ട്, അത് ശ്രദ്ധിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ച് അവന്റെ ത്വാഅത്തിലായി മുന്നേറാൻ അവൻ നമുക്ക് നൽകുന്ന ഈ മഹത്തായ അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم بلغنا شهر رمضان ووفقنا فيه للصلاة وللصدقات والقربات يا ذا الجلال والإكرام. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.